സുധീഷ്, നമ്മൾ ഈ അടുത്ത് ചർച്ച ചെയ്തിരുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം. അന്ന് നമ്മൾ പറഞ്ഞത് തൽക്കാലത്തേക്ക് അഫ്ഗാൻ വെടിനിർത്തി, ഇനിയിപ്പോൾ ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നാലേ തിരിച്ച് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ അല്ല, അതിനപ്പുറത്തേക്ക് തന്നെ എയർ സ്ട്രൈക്കൊക്കെ നടക്കുകയാണ്. അതിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു, അമേരിക്കൻ ഡ്രോണുകളാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു എസ്കലേറ്റ് ചെയ്തു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നത്. 13-ാം തീയതി, ഒക്ടോബർ 13-ാം തീയതി അസീം മുനീർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. DGISI, DG മിലിറ്ററി ഇൻ്റലിജൻസ്, DGMO, പിന്നെ പെഷാവർ എൻ്റെ കമാൻഡർ, സദേൺ കമാൻഡിൻ്റെ തലവൻ, ഇവരെല്ലാവരും കൂടെ വിളിച്ചിട്ട് നല്ല നൈസായിട്ട് ഫയർ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ചീത്ത വിളിച്ചു. ഇതെന്തോ ഇടപാടാണ്, അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ടോട്ടൽ ഇൻ്റലിജൻസ് ഫെയിലിയർ, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുത്തിയിളക്കി വിട്ടു. ഇവന്മാർ പോയിട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു, ആർട്ടിലറിക്ക് അടിച്ചു, റഷ്യൻ ടാങ്കുകളെ പോയി മറ്റേ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെച്ച് അടിച്ചു. അഫ്ഗാനിസ്ഥാനിൽ അതിലുള്ള അവർ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവന്മാരെ കുത്തിയിളക്കി വിട്ടു അസീം മുനീർ. അഫ്ഗാനികൾ തിരിച്ചു വന്നിട്ട് സ്പിൻ ബോൾഡാക്ക് ചമൻ, അത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ 3 പാസുകളിൽ 3 ഗേറ്റുകളിൽ മേജർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അത് അവന്മാരിങ്ങ പിടിച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് അടി നടക്കുന്നു. 27 പോസ്റ്റ്, പാകിസ്ഥാനികളുടെ പോസ്റ്റ് അവർ ഇട്ടെറിഞ്ഞു പോയി. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇതും കൂടെ ഉണ്ട്. ഈ പാകിസ്ഥാൻ ആർമി പോലും ഇതിൻ്റെ അകത്ത് ഡിവൈഡഡ് ആണ്. ഒരു ഫാക്ഷൻ ശരിക്കും അഫ്ഗാനികളുമായിട്ട് അടുത്ത് നിൽക്കുകയും ഒരു ഫാക്ഷൻ അമേരിക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സിനാരിയും കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മൊത്തം പരിപാടിയുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ബഗ്രാം എയർബേസ് ചോദിച്ചു, പറ്റൂലെന്ന് 11 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അങ്ങോട്ട് പറഞ്ഞ സമയത്താണ് പാകിസ്ഥാൻ ഇത് മുഴുവൻ കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ അമേരിക്കൻ ഒരു കൈയുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഈ യുദ്ധം നിർത്താനും ഇവിടെ ഒരു ഡീലും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ട്രേഡ് ടാരിഫ് എന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അങ്ങോട്ടാണ് ഇതെല്ലാം അവസാനമായിട്ട് പോകുന്നത്. രസം അതല്ല. അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ബാക്കർ ഇപ്പോൾ RIC ആണ്. റഷ്യ, ഇന്ത്യ, ചൈന. സോ വെരി ബേസിക്കലി ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ കിടന്നിട്ട് അടുത്തൊരു യുദ്ധം അമേരിക്കയ്ക്കും തട്ടുകേടില്ല, റഷ്യയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും തട്ടുകേടില്ല. അഫ്ഗാനിസ്ഥാൻ ഓൾറെഡി നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് അതിൻ്റെ അകത്ത് മേജർ കോൺട്രിബ്യൂട്ടർ, തൊട്ട് പുറകെ ചൈനയുണ്ട്. അങ്ങനെ ഒരു സിനാരിയോയിൽ ഇത് മുഴുവൻ തകർക്കാനായിട്ട് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അതും അമേരിക്ക നേരിട്ട് വരാൻ പറ്റില്ല. പാകിസ്ഥാൻ വഴിയേ വരാൻ പറ്റൂ. പഴയ പോലെ അഫ്ഗാനിസ്ഥാനിൽ കയറി അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റില്ല. സോ ബേസിക്കലി അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡയറക്ഷൻ, പോകുന്ന ഡയറക്ഷൻ. ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞ പോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇന്നും വൈകുന്നേരം ഒരു വെടിനിർത്തൽ 48 മണിക്കൂർ നേരത്തേക്ക് ഒരു സീസ് ഫയർ. വേറൊന്നുമല്ല, മൃതശരീരങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും മുറിവേറ്റവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചേൽപ്പിക്കാനും ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സീസ് ഫയർ വന്നിട്ടുണ്ട്. കണ്ഡഹാറിൽ എയർ സ്ട്രൈക്ക് പറഞ്ഞ പോലെ തന്നെ എയർ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. ഇത് പോകുന്ന ഡിറക്ഷൻ ഇതാണ്. ബേസിക്കലി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയും അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെ ബാക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരലമ്പ് വരികയും ചെയ്യുന്ന അവസ്ഥ. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറെന്നാണ് ഈ അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത്. ഇപ്പുറത്ത് കിഴക്ക് വശത്തുനിന്ന് ഇന്ത്യയും കൂടെ ആക്രമിച്ചാൽ നല്ല രസമായിരിക്കും. ആ കൂട്ടത്തിൽ ബലോച്ചികളും ഖൈബർ പഖ്തൂൺഖ്വയും TTPയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനങ്ങാതിരിക്കില്ലല്ലോ. ചിലപ്പോൾ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുക, നേരിട്ട് വരില്ല. അമേരിക്ക ഓൾറെഡി ആയുധങ്ങൾ കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ആയുധങ്ങളുമായിട്ട് അമേരിക്കൻ ട്രാൻസ്പോർട്ടർ പല പ്രാവശ്യം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു. അതൊക്കെ ഇന്ത്യ എന്തെങ്കിലും ആയുധങ്ങൾ അഫ്ഗാന് കൊടുക്കുന്നുണ്ടോ? നേരിട്ടില്ല, പക്ഷേ
ഇന്ത്യ നേരിട്ടല്ല ആകാശ് തീർ കൊടുക്കുമെന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. ആകാശ് മിസൈലുകൾ, ആകാശ് തീറല്ല, അത് കട്ടിയാണ്. ആകാശ് മിസൈല് ഇന്ത്യ കറങ്ങി തിരിഞ്ഞ് ഗ്രീസ് വഴിയൊക്കെ ആയിട്ട് അവിടെ എത്തുമെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. പക്ഷേ എയർ ഡിഫൻസ് വരാൻ ചാൻസ് ഉണ്ട് അവിടെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമ്മൾ ഈ പറയുന്ന മുഴുവൻ റൂമറാണ്, ഇതിനൊന്നും വ്യക്തമായ ഒരു ബാക്കിംഗ് ഉള്ളതല്ല. പക്ഷേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റലിജൻസിന്റെ ഒരു കളിയരങ്ങായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ, ഒരു കളിത്തൊട്ടിലായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ അതായത് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ എല്ലാം ഇന്റലിജൻസ് സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ചെക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക്, അഫ്ഗാനെ കൊണ്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. നമ്മൾ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്ത പാകിസ്ഥാനിലാണെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. കുറച്ചുകൂടെ നല്ല രസമുണ്ട്, നല്ലൊരു പോയിന്റാണ്. അല്ല, നടക്കുന്ന കാര്യമാണത്. ഇന്റലിജൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. മാത്രവുമല്ല, ഈ അഫ്ഗാനിസ്ഥാനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും പാകിസ്ഥാനും എതിരെ ഒരിത് പോകുന്നതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാനും താല്പര്യമുണ്ട്. കാരണം അവരുടെ സോവറിനിറ്റിയെ ചവിട്ടി മെതിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കയും പാകിസ്ഥാനും. അവരെ ഒരു തീർത്തും താഴേക്കിടയിലുള്ള രീതിക്ക് അവരോട് പെരുമാറിയ രണ്ട് രാജ്യങ്ങളാണ്. അവർക്കും ആ ഒരു കലിപ്പ്. അഫ്ഗാൻ പ്രതികാരം മറക്കരുത്, അതവിടെ കിടപ്പുണ്ട്. അതെ. അപ്പോൾ അതിലൊരു ഇനിയിപ്പം നേരിടാൻ പോകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മളും കൂടെ ഇറങ്ങുകയാണ്. നമ്മൾ ഓൾറെഡി ഇറങ്ങിയല്ലോ. അതല്ല, കുറച്ചുകൂടെ പ്രത്യക്ഷമാവുകയാണ്. പ്രത്യക്ഷമായിട്ട് നേരത്തെ ഇത്രയൊന്നും നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇറങ്ങി കളിക്കുകയാണ്. അത് പലയിടത്തും. നമ്മളിപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഉക്രൈൻ, റഷ്യ, അതിലും നമ്മുടെ ഇടപെടലുകളുണ്ട്. പശ്ചിമേഷ്യയിലും നമ്മുടെ ഇടപെടലുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് എന്ത് നടന്നാലും അവിടെയൊക്കെ ഇന്ത്യൻ ഇടപെടലുകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ലോകക്രമം മാറിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകക്രമം മാറിയതിൻ്റെ റിഫ്ലക്ഷനാണ് അത് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്, പ്രത്യക്ഷമായിട്ട് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രത്യക്ഷമായിട്ട് ഇതിനെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. വേറൊരു കാര്യം കൂടെ വയത്ത് ഓർക്കണം. നമ്മുടെ ട്രംപ് ഗാസയിലെ വെടിനിർത്തലിന് മോദിജിയെ വിളിച്ചായിരുന്നു. നമ്മൾ പോയില്ല. മോദിജി പോയില്ല, ജയശങ്കറും പോയില്ല. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഫോറിൻ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനെ ആണ് വിട്ടത്. അവിടെ വേറൊന്നുമില്ല. ഈ ജയശങ്കറോ മോദിജിയോ പോയിരുന്നെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ അവിടെ നിർത്തിക്കൊണ്ട് അപമാനിക്കപ്പെട്ടേനെ, അല്ലെങ്കിൽ കൈ കൊടുക്കാൻ പറഞ്ഞേനെ. അത് മാത്രമല്ല, ഇയാൾ ചിലപ്പോൾ പറഞ്ഞേനെ, ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അവരെത്തിന്ന് വേണമെങ്കിൽ ഇയാൾ പറയുമല്ലോ. അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇതൊരുമാതിരി ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് പോയി പുലിയെ പറ്റിക്കുന്ന സർദാർജിയുടെ കഥ കേട്ടിട്ടില്ലേ? അതിന്റെ അങ്ങാപ്പുറമാണ് ഇങ്ങേര്. അതിന്റെ അങ്ങാപ്പുറമാണ്. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയി കഴിയുമ്പോൾ പുലിയെ പറ്റിച്ചു എന്ന് പറയുന്ന സർദാർജിയെക്കാട്ടി കഷ്ടമാണ് ട്രംപ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല, ഇനി മോദിജി ട്രംപുമായിട്ട് നേർക്ക് നേരെ പോയി കാണുന്നൊരു സിനാരിയോ ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. എന്താണേലും ഈ താരിഫിൻ്റെ വിഷയം ഇന്ത്യ എങ്ങനെ ബാധിച്ചു? ഇപ്പോൾ കുറേ കാലമായല്ലോ, ഇപ്പോൾ എന്ത് തോന്നുന്നു? IT-യിൽ പതിയെ ലേ ഓഫുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. TCS ലേ ഓഫ് കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അത് 10% എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10% നിൽക്കില്ല എന്ന് പറയുന്നു. പ്രശ്നങ്ങളുണ്ട്, ധാരാളമായിട്ട് പ്രശ്നമുണ്ട്. ഈ TCS-നാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കോൺട്രാക്റ്റുകൾ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ TCS-നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രി റൂമർ. ഓക്കെ. IT മേഖലയിൽ മാത്രമേ ഉള്ളൂ അതോ മൊത്തത്തിൽ? അല്ല, IT മേഖലയിലെ നേരിട്ട് ബാധിക്കും. അത് H1Bയുടെ ബാക്കി ടെക്സ്റ്റൈൽ മേഖലയിൽ ഈ പറഞ്ഞ പോലെ കിറ്റെക്സും അങ്ങനെ ഉള്ള വൻകിട കമ്പനികൾ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജസ്ഥാൻ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ സ്റ്റേറ്റുകളെയാണ് ബാധിക്കുന്നത്. പല സ്റ്റേറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, റിയലൈൻ ചെയ്യുന്നു എന്ന് കേട്ടിരുന്നു.
ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒത്തിരി പുറത്തോട്ട് വന്നിട്ടില്ല. അതെ, കുറച്ചുകൂടെ കഴിഞ്ഞാലേ നമുക്ക് എത്രത്തോളം എന്ത് അഫക്റ്റഡ് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നേരിട്ടു അല്ലെങ്കിൽ അത് വിജയകരമായോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ല. പക്ഷെ IT യിൽ ഇത് ഏകദേശം പ്രത്യക്ഷത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ IT യിൽ ഇത് വരാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിങ്ങിന് അടുത്തൊരു ടാക്സ് വരാൻ പോകുന്നു എന്ന് ഒരു ഇത് വരുന്നുണ്ട്. അത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലേ ഓഫിന് ചാൻസ് വരുന്നത്. അത് വലിയ താമസമില്ലാതെ ഉണ്ടാവും. അപ്പോൾ ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, എന്നാൽ മാത്രമേ അത് കുറച്ച് സമയം എടുത്തേ അത് പുറത്തേക്ക് വരുള്ളൂ. കാരണം ഒരു അടുത്ത മാർച്ചോട് കൂടിയിട്ടൊക്കെ നമുക്ക് IT ഇങ്ങനെയുള്ള താരിഫിൻ്റെ ശരിക്കുള്ള ഇമ്പാക്റ്റ്, IT മാത്രമല്ല എല്ലാ സെക്ടറിലുള്ള താരിഫിൻ്റെ ഇമ്പാക്റ്റും ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങളുടെ ഇമ്പാക്റ്റും കൃത്യമായിട്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മാർച്ച് ഏപ്രിലാവും. രാജ്യം എങ്ങനെ പിടിച്ചു നിൽക്കാൻ അതിനെതിരെ പിടിച്ചു നിൽക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചു നിന്നിരിക്കും. അതിനുള്ള മാത്രമല്ല, വേൾഡ് ബാങ്ക് ഇപ്പോൾ വേൾഡ് ബാങ്ക് ആണെന്ന് തോന്നുന്നു, മറ്റേ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ. വേൾഡ് ബാങ്ക് നമ്മുടെ വളർച്ചാ നിരക്കിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, 6.3 നിന്ന് 6.5 പ്രൊജക്റ്റഡ് ഇത് കൂട്ടിയിരുന്നു. അത് 2025 26 അത് 2% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. H1Bയുടെ ഇമ്പാക്റ്റ് അന്നേരത്തേക്കേ വരുള്ളൂ എന്ന് വേൾഡ് ബാങ്കും പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തെ 2026 ഔട്ട്ലുക്ക് കുറച്ച് കുറയ്ക്കുക, 2.2% കുറയ്ക്കുകയാണ് വേൾഡ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും.